ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയും സെൻസെക്സ് ഇന്ന് പോസിറ്റീവ് ക്ലോസ് ചെയ്തെങ്കിലും വളരെ സ്ലോ മൂവ്മെന്റ് ആയിരുന്നു. നിഫ്റ്റി 77 പോയിന്റ് ഉയർന്ന് 24,620 സെൻസെക്സ് 260 പോയിന്റ് ഉയർന്ന് 80,998 ക്ലോസ് ചെയ്തത്. ഇനി ബ്രോഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 0.79%, മിഡ് ക്യാപ്പ് 0.79% അപ്പായിരുന്നു. ഇനി സെക്ടർ വൈസ് ഡാറ്റ നോക്കുകയാണെങ്കിൽ BSE റിയൽറ്റി ഇൻഡെക്സ് 0.7% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ടെലികോം, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടേഴ്സ് ഏകദേശം 0.5 മുതൽ 1% വരെ അപ്പായിട്ട് ക്ലോസ് ചെയ്തിരുന്നു. ഇന്നത്തെ മേജർ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ എറ്റേണൽ, ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, ഭാരതി എയർടെൽ, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ടോപ്പ് ലോസസിൽ വരുന്ന സ്റ്റോക്കുകൾ ട്രെൻഡ്, ബജാജ് ഫിൻസർവ്, ശ്രീരാം ഫിനാൻസ്, DCS തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റു അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൽ മതി. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ടെലികോം സെക്ടറുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ സാറ്റലൈറ്റ് ടെലികോം വരാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട പല അപ്ഡേറ്റുകളും നമ്മൾ മുമ്പ് പല വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ട്രൈയുടെ സാറ്റലൈറ്റ് സ്പെക്ട്രത്തിൻ്റെ ഫീ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ടെലികോം കമ്പനികൾ അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പലർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. സാധാരണ ഇപ്പോൾ ടെലികോം സ്പെക്ട്രം മറ്റു കമ്പനികൾക്കെല്ലാം ഗവൺമെൻറ് കൊടുത്തത് ഓപ്ഷൻ വഴിയാണ്. പക്ഷേ ഇപ്പോൾ സാറ്റലൈറ്റ് കമ്പനികൾക്ക് ഇത് ഡയറക്റ്റ് അലോക്കേറ്റ് ചെയ്യുകയായിരുന്നു ഒരു ഫിക്സഡ് എമൗണ്ടിന്. പ്രത്യേകിച്ച് അതിന് ഓപ്ഷൻ ഒന്നും വെച്ചിട്ടില്ല. വളരെ ചെറിയൊരു തുകയ്ക്ക് ഈ ഒരു സാറ്റലൈറ്റ് സ്പെക്ട്രം അവർക്ക് അലോക്കേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിനെ എതിർത്ത് അന്ന് തന്നെ പല ടെലികോം കമ്പനികളും എതിർത്ത് സംസാരിച്ചിരുന്നു. പിന്നെ നമ്മൾ ടെലികോം കമ്പനികൾ ട്രാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കേട്ടുള്ള ഒരു കാര്യമായിരിക്കും അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ, അതായത് AGR-മായി ബന്ധപ്പെട്ട ചാർജുകളെക്കുറിച്ച്. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് ഇപ്പോൾ സാറ്റലൈറ്റ് ഓപ്പറേറ്റേഴ്സിന് അവരുടെ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ, അതായത് AGR-ൻ്റെ 4% യൂസേജ് ഫീ ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ അപ്ഫ്രണ്ട് പേയ്മെൻ്റ് ഒന്നുമില്ല. 5 വർഷത്തേക്കാണ് ഈ ഒരു റേറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് 2 വർഷത്തോടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ടെലികോം കമ്പനികളായിട്ടുള്ള എയർടെൽ, ജിയോ, എല്ലാ കമ്പനികളും ഇതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രായ് മെയിനായിട്ടും ഉദ്ദേശിക്കുന്ന ഈ സാറ്റലൈറ്റ് കമ്പനികൾ ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടല്ല. മെയിനായിട്ടും ഈ കമ്പനികൾക്ക് എത്താൻ പറ്റാത്ത ഭാഗങ്ങളിലേക്ക് ഇൻ്റർനെറ്റ് കൊടുക്കുന്ന ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് കമ്പനികൾ കാണുന്നുള്ളത്. പക്ഷേ ഈ കമ്പനികൾ പറഞ്ഞതനുസരിച്ച് ഇന്നത്തെ സാറ്റലൈറ്റ് കമ്പനികൾ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിന് ഈ കമ്പനികളോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ളതാണ്. അപ്പോൾ അത് ഇവർക്കും പിന്നീട് ഭാവിയിൽ പ്രശ്നമായിട്ട് വരും, ഒരു കോമ്പറ്റീഷനായിട്ട് വരും. അതുകൊണ്ടാണ് അവർ മെയിനായിട്ട് ഇതിനെ എതിർക്കുന്നത്. സ്റ്റാർലിങ്ക് ചാർജ് ചെയ്യാൻ സാധ്യതയുള്ള റേറ്റുകളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു അതിലവർ കോട്ട് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് ആ വീഡിയോ. അടുത്തത് ഓട്ടോ സെക്ടറുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ മിനിയാന്നത്തെ വീഡിയോയിൽ ഓട്ടോ സെക്ടറിൻ്റെ കുറച്ച് സെയിൽസ് ഡാറ്റയെക്കുറിച്ച് ഉൾപ്പെടുത്തിയിരുന്നു. ബാക്കി ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നലെ വീഡിയോ എനിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. മഹീന്ദ്ര ഇന്ത്യയിലെ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഹുണ്ടായ് മോട്ടോഴ്സിനെയും ടാറ്റ മോട്ടോഴ്സിനെയും കടത്തി വെട്ടിയിട്ടാണ് അവർ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ മെയിലെ ഡാറ്റ അനുസരിച്ചുള്ള കാര്യമാണ് ഇത്. കമ്പനി ടോട്ടലായിട്ട് 52,431 SUVs ആണ് കഴിഞ്ഞ മെയിലിൽ സെയിൽ ചെയ്തത്. ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുമ്പോൾ അത് ഏകദേശം 21% വർധനവുണ്ടായിരുന്നു. ഏപ്രിലും അവർക്ക് SUV സെയിൽസിൽ നല്ല വർധനവുണ്ടായിരുന്നു. ഏകദേശം 28% വർധനവുണ്ടായിരുന്നു. ഏപ്രിലിൽ അവർ 52,330 യൂണിറ്റ്സാണ് സെയിൽ ചെയ്തത്. ടോട്ടൽ FY26 ഇതുവരെയുള്ള സെയിൽസ് നോക്കുകയാണെങ്കിൽ 1,04,761 യൂണിറ്റ്സ് അവർ സെയിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെയിം പീരീഡിനെ അപേക്ഷിച്ച് ഏകദേശം 24% വർധനവ് അവിടെയുണ്ട്. മാരുതി തന്നെയാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്. അവർ ഏകദേശം 1,35,962 യൂണിറ്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ട് മെയിൽ. പക്ഷേ അവരുടെ സെയിൽസ് ഏകദേശം 5.6% കുറഞ്ഞിട്ടുണ്ട് ഇയർ ഓൺ ഇയർ ബേസിസിൽ. മഹീന്ദ്ര പാസഞ്ചർ വെഹിക്കിൾസ് മാത്രമല്ല മറ്റ് സെഗ്മെൻറ്റ്സിലും ഉണ്ട്. അതുകൊണ്ട് അവരുടെ മെയിലെ ടോട്ടൽ വെഹിക്കിൾ സെയിൽസ് നോക്കുകയാണെങ്കിൽ 84,110 യൂണിറ്റ്സ് ആണ് വരുന്നത്. അത് നോക്കുമ്പോഴും അവർക്ക് 17% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. ഇനി 3ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ഹുണ്ടായ് മോട്ടോഴ്സാണ് വരുന്നത്. പക്ഷേ അവരുടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് കഴിഞ്ഞ മാസം കുറവാണെന്നുണ്ടായിട്ടുള്ള സെയിൽസിൽ ഏകദേശം 10.8% കുറവുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ടാറ്റ മോട്ടോഴ്സിന് അതിനേക്കാളും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ടാറ്റ മോട്ടോഴ്സിനെ കടത്തിയിട്ട് 3ാം സ്ഥാനത്തേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2ാം സ്ഥാനത്ത് മഹീന്ദ്രയും 1ാം സ്ഥാനത്ത് മാരുതിയാണെന്നുള്ളത്. ഈ മാസത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം മഹീന്ദ്രയും ടൊയോട്ട മാത്രമാണ് അവരുടെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ബാക്കി ഒട്ടുമിക്ക കമ്പനികളും സെയിൽസിൽ കുറവാണെന്നുണ്ടായിട്ടുള്ളത്. മഹീന്ദ്ര മെയിനായിട്ട് അവർ SUV സെഗ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. SUV സെയിൽസ് ഇന്ത്യയിൽ നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അവരവരുടെ ഫാക്ടറികളിലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇനി 2 വീലർ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഹോണ്ടയെ മറികടന്ന് വീണ്ടും ഹീറോ മോട്ടോകോർപ്പ് 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം 4,89,000 യൂണിറ്റാണ് അവർ മെയിൽ സെൽ ചെയ്തിട്ടുള്ളത്.
അടുത്ത അപ്ഡേറ്റ് തിലക് നഗർ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടാണ്. ഫ്രഞ്ച് ലിക്വർ ജയൻ്റ് ആയിട്ടുള്ള പെർനോഡ് റിക്കാർഡിൽ നിന്ന് ഇമ്പീരിയൽ ബ്രൂ വിസ്കി എന്ന ബ്രാൻഡ് അക്വയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു ബ്രാൻഡിൻ്റെ ടോട്ടൽ എൻ്റർപ്രൈസ് വാല്യൂ നോക്കുകയാണെങ്കിൽ 600 മില്യൺ ആണ്. ഈ ഒരു സെക്ടറിലെ കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട അക്വിസിഷൻ നടന്നത് 2013 ഡിയാജിയോ യുണൈറ്റഡ് സ്പിരിറ്റ്സിന് 1.9 ബില്യണിനാണ് അന്ന് അക്വയർ ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.